السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇത്തികാഫിന്റെ നിയ്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരുത്തും സ്വലിഹായ വലിയ അമലായി നമ്മളിനെ കബൂൽ ചെയ്യട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോയവർ, നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ പള്ളിക്ക് ചുറ്റും അന്തിയിറങ്ങുന്നവർ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഖൽബിൽ ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ലോകത്തിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും നാളെ നരകത്തിൽ കടക്കരുത് എന്ന് ഉമ്മത്തിനേക്കാൾ ആഗ്രഹിച്ച അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിട്ട് ഇന്നേക്ക് 1500 വർഷം പൂർത്തീകരിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ ഭാരമായ തൗഫീഖ് കൊണ്ട് ഇന്ന് സുബഹിൻ്റെ മുന്നേ നമ്മുടെ പള്ളികളിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടാനും പറയാനും ആ പ്രാർത്ഥനയിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തേക്ക് ജനിക്കപ്പെട്ട സമയത്തെ ബഹുമാനിച്ച് പള്ളിയിൽ ഒരുമിച്ച് കൂടിയത് കാണുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മഹബത്ത് മാത്രമാണ് ജീവിതത്തിൻ്റെ എല്ലാത്തിനുമുള്ള പരിഹാരം എന്നുള്ള തിരിച്ചറിവ് വീണ്ടും വീണ്ടും വർഷത്തിൽ നമ്മൾ അയവിറക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിഞ്ചു മക്കളുടെ അധരങ്ങളിൽ നിന്ന് പോലും ആ റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പാടുകയും പറയുകയും ചെയ്യുന്ന വലിയ വലിയ സദസ്സുകൾ നമ്മുടെ മഹല്ലത്തിൽ നടക്കാനിരിക്കുകയാണ്. പൂർണ്ണമായി നമ്മളൊക്കെ അതിനോട് സഹകരിക്കണം. അല്ലാഹുവിന്റെ റസൂലിനെ പാടിപ്പറയുന്ന സദസ്സിൽ കഴിവിന്റെ പരമാവധി നമ്മളൊക്കെ പങ്കെടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ അത്രമാത്രം നമ്മൾ സ്നേഹിച്ചു പോയതാണ്. 1500 വർഷങ്ങൾക്ക് മുമ്പേ, അല്ലെങ്കിൽ 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ പോലും എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട ഭാര്യയാണ്. ഭാര്യയും ഭർത്താവുമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചില റൊമാൻസുകൾ ഉണ്ടാവും, ചില രസങ്ങളുണ്ടാകും, ചില അത്തരത്തിലുള്ള മഹബത്തിന്റെ ചില മൊമെന്റുകൾ ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂലിന്റെയും ആയിഷ ബീവിയുടെയും ജീവിതത്തിൽ നമ്മൾ അത്തരത്തിൽ ചിലത് കാണുമ്പോൾ ഒരു ദിവസം ആ മൊമെന്റിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷത്തു സിദ്ദീഖ പറയാണ്, നബിയെ, എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ആയിഷ ബീവി ഹദീസ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഒരിക്കൽ റസൂലുള്ളാഹിന്റെ മുഖത്ത് ഞാൻ വല്ലാത്തൊരു സന്തോഷം ഇങ്ങനെ കണ്ടു. ആ സന്തോഷത്തിന്റെ സമയത്താണല്ലോ പലതും നമ്മൾ പറയലും രസം പറയലും മറ്റും. അവർക്കിടയിലുള്ള റൊമാൻസ് പോലും അല്ലാഹുവിന്റെ റസൂൽ അള്ളാഹുവിലേക്കുള്ള വലിയ സമീപ്യമാണ്. ആയിഷത്തു സിദ്ദീഖ പറയാ, നബിയെ, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ കണ്ട് ദുആ ചെയ്തു. ആ സമയത്ത് അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, ആയിഷ ബീവിക്ക് നീ പുറത്തു കൊടുക്കണം പടച്ചോനെ. കഴിഞ്ഞ പാപങ്ങളും പുറത്തു കൊടുക്കണം, വരാനിരിക്കുന്ന പാപങ്ങളും പുറത്തു കൊടുക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയും, എന്തോ ഒരു രസം എനിക്ക്. ആയിഷ ബീവി ചിരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിലേക്ക് കണ്ട് കടന്നു എന്ന് ആയിഷ ബീവി തന്നെ ഹദീസിൽ പിൽക്കാലത്ത് പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ തലങ്ങനെ ഒഴിഞ്ഞിട്ട് ചോദിച്ചു, ആയിഷ, ഞാൻ പറഞ്ഞത് വലിയ സന്തോഷമായല്ലേ? ആദ്യം ആയിഷ പറയാണ്, നബിയെ, അങ്ങയുടെ നിന്ന് ഇങ്ങനെ ദുആ കിട്ടുമ്പോ പിന്നെ എങ്ങനെയാ ഞാൻ സന്തോഷിക്കാതിരിക്കുക? ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്: എന്നാൽ ആയിഷ, ഓരോ നിസ്കാരത്തിന് ശേഷവും ഞാൻ നിനക്ക് മാത്രമല്ല എൻ്റെ ഉമ്മത്തിലെ ഓരോ ആളുകൾക്കും ഞാൻ ദുആ ചെയ്യുന്നു. ആയിഷ, 1400 വർഷങ്ങൾക്ക് മുമ്പ് കാണാത്ത ഉമ്മത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഉമ്മത്തിൽ പാപങ്ങളില്ലാതെ കൈ കളഞ്ഞ് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ റസൂലുള്ളാഹിന്റെ ജന്മം വരുമ്പോ അല്പം മഹബത്തുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പാടാൻ തോന്നും, അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയാൻ തോന്നും. അതാ നമ്മൾ കാണുന്നത്. ഇൻഷാ അല്ലാഹ് വർഷത്തിൽ ഒരിക്കൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി 23 വർഷക്കാലത്തെ ജീവിതം ചെലവഴിച്ച ഹബീബിന്റെ ജന്മദിനം കടന്നു വരുമ്പോ സന്തോഷിക്കാതിരിക്കാൻ യഥാർത്ഥ മുഅ്മിനിക്ക് സാധിക്കൂല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വത്തും സമ്പാദ്യവും മുഴുവൻ ആ അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് കാണാൻ വേണ്ടി ആയിരിക്കണമെന്നല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വഹീഹായ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിച്ചൊരു ഹദീസ് ഉണ്ട്. വല്ലാത്തൊരു ഹദീസാണ്. മിൻ അശദ്ദി ഉമ്മത്തി ലി ഹുബ്ബ, എന്നിലേക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് മഹബത്തുള്ള ആള് ആരറിയോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, എന്നിലേക്ക് ഏറ്റവും കൂടുതൽ മഹബത്ത് കൊണ്ട് എന്നിലേക്ക് അടുത്ത ആൾ ആരാന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നാസും യകൂനൂന ബഅദി, എനിക്ക് ശേഷം വരുന്ന ഒരു വിഭാഗം ആളുകളാണ് അവർ. അവരുടെ പ്രത്യേകത എന്താ? യവജ്ജു അഹദുഹും
അവരിൽ നിന്ന് ഓരോ ആളുകളും ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്താ അറിയോ? ലൗ റആനി, എന്നെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ അത് മതി. യഥാർത്ഥ മുഅ്മിനിക്ക് അത് മതി. കൂടുതൽ സുന്നത്ത് നിസ്കരിക്കുന്നവനാണ് എന്നിലേക്ക് മഹബത്ത് കൊണ്ട് അടുത്തവനെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. കൂടുതൽ നിസ്കാരമോ നോമ്പോ ഒന്നുമല്ല പറഞ്ഞത്. മഹബത്ത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയത്. അതോടുകൂടി നിസ്കാരം വരും, അതോടുകൂടി നോമ്പ് വരും, അള്ളാന്റെ റസൂലിന്റെ പൂർണ്ണമായ അനുസരണ വരും. അതിന്റെ മുമ്പേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരിലൊക്കെ ഉണ്ടാവേണ്ട ഒരു സംഗതി അള്ളാന്റെ റസൂലിനോടുള്ള മഹബത്താണ്. അള്ളാന്റെ റസൂൽ ഹദീസ് പൂർത്തീകരിക്കുന്നത് എങ്ങനെ അറിയുമോ? വഹും യവജ്ജു അഹദുഹും ലൗ റആനി ബിമാലിഹി, അവന്റെ സമ്പത്ത് മുഴുക്കെ നൽകിയിട്ടും, അവന്റെ സമ്പാദ്യം മുഴുക്കെ നൽകിയിട്ടും, അവന്റെ കുടുംബത്തെ മുഴുവൻ നൽകിയിട്ടും എന്നെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നൊരു മനസ്സ് പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് ഒരുപാട് സമ്പത്ത് തന്നു, അള്ളാഹു നമുക്ക് ഒരുപാട് സമ്പാദ്യങ്ങൾ തന്നു, പ്രശസ്തി തന്നു, അതിനുവേണ്ടി നമ്മൾ ജീവിക്കുന്നു. ഇതൊക്കെ പടച്ച റബ്ബ് തന്നതാ. സ്വഹീഹായത്തിൽ മുത്ത് റസൂല പറയാണ്, അതൊക്കെ ചെലവഴിച്ചിട്ട് റസൂലുള്ളാഹിനെ കണ്ടാ മതി എന്നുള്ള തോന്നൽ എനിക്കും നിങ്ങൾക്കുണ്ടോ എന്ന് സ്വന്തത്തിനോടൊന്ന് ചോദിക്കുമ്പോഴാണ് ഈമാന്റെ കമാലിയത്ത് ഉണ്ടാകുന്നത്. അള്ളാഹു ആ വിഭാഗത്തിൽപ്പെടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സ്വഹാബത്തിന്റെ ചരിത്രം ദൈർഘ്യമായിട്ട് അതിലൂടെയാ പോകുന്നത്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ആ ഒരു സ്നേഹം മാത്രം, അവർക്കൊന്നും വേണ്ടായിരുന്നു. എന്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു, അന്നും ആർക്കും വേണ്ടായിരുന്നു. അള്ളാന്റെ റസൂലിനൊന്ന് കാണണമെന്ന് മാത്രം തന്റെ സമ്പത്തും തന്റെ കുടുംബത്തെയും ചെലവഴിച്ച് എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് മഹബത്ത് കൊണ്ട് ഏറ്റവും സ്ട്രോങ് ആയതെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വർഷത്തിലൊരിക്കൽ അള്ളാന്റെ റസൂലിനെ പാടി പറയുന്ന ഒരു വലിയ സദസ്സ് വരുമ്പോ നമ്മൾ അതിലേക്ക് കൈന്റെ പരമാവധി കൊടുക്കുന്നുണ്ടോ? അത് മറ്റൊരു സ്നേഹം. നമ്മളൊക്കെ നമ്മുടെ ഹൃദയത്തിലിട്ട് റസൂലുള്ളാഹിക്ക് നമ്മൾ എത്രത്തോളം സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ ചില അലാമത്തുകളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിയാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷപ്പെടുത്താണ്ടാവൂ. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചു, മറ്റൊന്നും ഉണ്ടാവൂല, അള്ളാഹിന്റെ റസൂലിന്റെ ആ സാമീപ്യം മാത്രമേ നമുക്കുണ്ടാവൂ. അങ്ങനെ മഹബത്ത് വെച്ച് റസൂലുള്ളാഹിനോട് എങ്ങനെങ്കിലും ഒന്ന് ചേർന്ന് നിന്ന് സ്വർഗത്തിൽ രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പയാണ് അനുസരണക്ക് പ്രശസ്തി ഉണ്ടാവുള്ളൂ. മറ്റത് എന്തൊക്കെയോ പേടിച്ചിട്ട് അനുസരണ, നാളെ നരകത്തിൽ കടക്കേണ്ടി വരുമോ എന്നുള്ള പേടിയുടെ പേരിൽ അനുസരണം. അള്ളാഹിന്റെ റസൂലിനോടുള്ള ഇഷ്ടം വെക്കുമ്പോഴാണ് ആ അനുസരണക്കൊക്കെ ഒരു രസം ഉണ്ടാവുള്ളൂ. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ദീർഘിപ്പിക്കുന്നില്ല. റസൂലുള്ള വിലക്കിയ സംഗതിയിൽ നിന്ന് കൂടി മാറി നിൽക്കുമ്പോഴാണ് ഇന്നത്തെ നബിദിനത്തിന്റെ ദിവസങ്ങളൊക്കെ നമുക്കറിയാം. മറ്റു ചില ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ദിവസങ്ങളും സമയങ്ങളൊക്കെ കടന്നു പോകുമ്പോ ഏതിനാണ് ഞാനും നിങ്ങളും പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് സ്വന്തത്തിൽ ഹൃദയത്തിൽ കൈവച്ചിട്ടൊന്ന് ആലോചിക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ സമപ്രായക്കാരായ ആളുകളോടാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. പുതിയ ആധുനിക കാലഘട്ടത്തിൽ വർത്തമാന സാഹചര്യത്തിന്റെ ഒഴുക്കിനനുസരിച്ച് നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ താല്പര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു വെച്ചിട്ടുള്ള സ്ഥാനം എത്രയാണോ? ആരാരും സഹായിക്കാനില്ലാത്ത മഹ്ശറാവൻ സഭയിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സുജൂദിൽ കടന്നിട്ട് കരഞ്ഞുകൊണ്ട് പരിശുദ്ധ റബ്ബിനോട് അപേക്ഷിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്റെ ഉമ്മത്തിനിക്ക് ശഫാഅത്ത് ചെയ്യണേ എന്ന്, എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ എന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ കടന്നുകൊണ്ട് കരയുന്ന അഷ്റഫുൽ ഖൽഖിനിക്കാണോ? അതല്ല വർത്തമാന സാഹചര്യത്തിൽ സുഹൃത്ത് ബന്ധത്തിന്റെയും സാമൂഹ്യ പശ്ചാത്തലത്തിന്റെയും പേരിൽ നടക്കുന്ന എന്തെങ്കിലും ആഘോഷങ്ങൾക്കാണോ നമ്മൾ കൊടുക്കുന്ന സ്ഥാനമെന്നോ ഓരോ നിമിഷവും വിശ്വാസികളായി നമ്മൾ ആലോചിക്കുമ്പോഴാണ് റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് നമ്മളിലേക്ക് കൂടി വരുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ട് ആ റസൂലുള്ളാഹിനെ പറ്റി പറയുന്ന സദസ്സുകളോട് ഇഷ്ടപ്പെട്ട് ആ സദസ്സിലൊക്കെ ഒന്ന് പോയിരുന്നിട്ട് അതിലേക്ക് നമ്മുടെ സമ്പത്തിന്റെ ഭാഗമായി കഴിവിന്റെ പരമാവധി കൊടുത്ത് അതിനെ സുന്ദരമാക്കാൻ കഴിയുമ്പോൾ ഈമാനിന്റെ കമാലിയത്ത് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മളെ എല്ലാവരെയും ഉമ്മത്തിൽപ്പെടുത്തി തരുമാറാവട്ടെ. നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ സുഖലോക സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടെ ഒരുമിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണം തമ്പുരാനെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, അല്ലാഹു ഇവർക്കൊക്കെ ഉഖ്റവിയായ ദർജ അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.